ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഒരുമിച്ച് കണ്ട ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നും സാധാരണ നമ്മൾ പറയുന്നതായ ഒരു വിവാദ വിഷയമാണ് ദശാംശം എന്നുള്ളത്. ഈ ദശാംശത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ ദശാംശം ഒരു പ്രസംഗ വിഷയമാണോ, അത് കൽപ്പനയായി ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നമ്മളത് പരിശോധിക്കണം. നമ്മുടേതായ ചിന്തയിലും വിശ്വാസത്തിലും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലുമാണ് നമ്മളതിൽ ചിന്തിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, കർത്താവിൻ്റെ സന്നിധിയിൽ ദശാംശം എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത് കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരുണയും കൃപയും പകർന്ന് സഹായിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ, ഞങ്ങൾ അറിവിൽ കുറവുള്ളവരാണ്. അതുകൊണ്ട് അവിടുത്തെ അറിവ് ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രാപിച്ച് പറയുവാൻ കൃപ തരണമേ. അങ്ങ് പഠിപ്പിക്കണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് പോലെ തന്നെ ഈ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയും ഷെയർ ചെയ്തും കോപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദശാംശം പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്തതായ ഒരു ഉപദേശമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദശാംശം വാങ്ങിയിട്ടായിരുന്നു സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ളതായ സമ്പത്ത് കണ്ടെത്തിയിരുന്നത് അതായിരുന്നു. എന്നാൽ അവർക്ക് ചില നിയമങ്ങളും കൂടെ ദൈവം കൊടുത്തിരുന്നു. ആർക്കേ ദശാംശം വാങ്ങാവൂ, ആരെ ദശാംശം വാങ്ങാവൂ, എവിടെ മാത്രമേ ദശാംശം കൊടുക്കാവൂ ഇത്യാദി കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ദശാംശം വാങ്ങുവാൻ അവകാശമില്ല. 12 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. യാക്കോബിൻ്റെ മക്കളെ ആണല്ലോ ഓരോ ഗോത്രമായിട്ട് കണക്കാക്കുന്നത്. എന്നാലും ജോസഫിൻ്റെ കാലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളെ 2 ഗോത്രമായിട്ട് കണക്കാക്കി. കനാനിലേക്കുള്ള യാത്രാമധ്യേ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, കാളക്കുട്ടി ഉണ്ടാക്കി, അതിനെ പൂജിക്കുകയും അതിൻ്റെ മുമ്പിൽ യാഗങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിന് അത് അനിഷ്ടമായി തോന്നി. അപ്പോൾ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം മുഴുവനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുവാനിടയായി. അങ്ങനെ ഒരു പ്രത്യേക വർഗമായി അവരെ തിരഞ്ഞെടുക്കുകയും പിന്നത്തേതിൽ ദൈവം തൻ്റെ മഹനീയ ശുശ്രൂഷ ചെയ്യുന്നതിനെ ലേവി ഗോത്രത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു.
ഇവർക്ക് മറ്റ് 11 ഗോത്രക്കാരും ദശാംശം കൊടുക്കണമായിരുന്നു. എന്നാൽ ലേവിക്ക് പ്രത്യേകമായി ഭൂമിയിൽ അവകാശമില്ലായിരുന്നു. അവർക്ക് പാർക്കുവാനുള്ള സ്ഥലവും ഇസ്രായേൽ മക്കൾ തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഭൂമിയിൽ അവകാശം ഉണ്ടാകുവാനോ സമ്പാദിക്കുവാനോ മറ്റും കഴിയാതിരുന്ന ഒരു വിഭാഗമാണ് ലേവി ഗോത്രക്കാർ. ദശാംശം പുരോഹിതൻ വാങ്ങുമ്പോൾ അതിൻ്റെ ദശാംശം മഹാപുരോഹിതനും അതിൽ നിന്ന് എടുത്തു കൊടുക്കണമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഈ ഏലി പ്രവാചകൻ പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കാത്തതുകൊണ്ട് ഞാൻ അവനെ തള്ളിക്കളഞ്ഞു. ഇനി ഞാൻ അങ്ങനെയല്ല കൽപ്പിക്കാൻ പോകുന്നത്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായി മാറും. അത് ഏത് ഗോത്രക്കാരനായാലും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ഈ ലേവി ഗോത്രത്തിൽപ്പെട്ടവരല്ല. അതുപോലെ തന്നെ പുരോഹിത ശുശ്രൂഷ ചെയ്തതായ ദാവീദ് ലേവി ഗോത്രക്കാരനല്ല, യോശുവ ലേവി ഗോത്രക്കാരനും അല്ല. ഉൽപ്പത്തി 14-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗരോഹിത്യ ശുശ്രൂഷ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് കാണണം. അത് മൽക്കീശേദക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനായിത്തീരുന്നവരാണ് ആ കൂട്ടർ എന്ന് പറയുന്നത്. കർത്താവായ യേശു മൽക്കീശേദക്കിൻ്റെ ക്രമപ്രകാരമായിട്ടാണ് പുരോഹിതനായിത്തീർന്നത് എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മലാഖിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ 11 ഗോത്രക്കാരും ദശാംശമൊന്നും കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ധനം ഇല്ലാതെ പോവുകയും ചെയ്തപ്പോൾ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, ദശാംശം കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി മാറും എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇവിടെ മരിക്കുന്നവനാണ് ദശാംശം വാങ്ങുന്നത്. അവിടെ പഴയ നിയമകാലത്തൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് പേരുള്ളവനാണ് ദശാംശം വാങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെയും അന്നത്തെയും വ്യത്യാസങ്ങളിലൊന്ന്, ഇന്ന് ഇവിടെ ദശാംശം വാങ്ങുന്നവർക്ക് ചിലപ്പോൾ ഏക്കർ കണക്കിന് ഭൂമിയോ വീടോ കാറോ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരിക്കുമ്പോഴും പിന്നെയും എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അവിടെ നിന്നെല്ലാം ദശാംശം എന്ന് പറഞ്ഞ് വാങ്ങുന്നു. അപ്പോൾ അന്ന് ഒരു ആരാധന സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ, സമാഗമന കൂടാരം. ഇന്ന് 900 അല്ലെങ്കിൽ അതായത് എണ്ണിയാൽ തീരാത്ത ചർച്ചുകളും സംഘടനകളും ഒക്കെ ഉണ്ട്. എവിടെ നിന്ന് കിട്ടിയാലും ദശാംശം എന്ന് പറഞ്ഞു കൊടുത്താലും ശരി, കാണിക്കയെന്ന് പറഞ്ഞു കൊടുത്താലും വഴിപാടെന്ന് പറഞ്ഞു കൊടുത്താലും അത് വാങ്ങുവാനായിട്ട് ഇടവരുമ്പോൾ ദശാംശത്തെ ഈ വാങ്ങുന്നവർ തന്നെ അതിൻ്റെ അർത്ഥത്തിൽ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. പഴയ വ്യവസ്ഥ അനുസരിച്ച് വാങ്ങുവാൻ അവർക്ക് അധികാരമില്ല, അവകാശമില്ല. ഒരാൾക്ക് 11 പേരിൽ കൂടുതൽ ആളുകളിൽ നിന്ന് ദശാംശം വാങ്ങുവാനായിട്ട് അങ്ങനെ നോക്കിയാൽ ഒരവകാശവുമില്ല. പന്ത്രണ്ട് ഗോത്രക്കാരെങ്ങനെ ജീവിക്കുന്നു ആ സാഹചര്യത്തിലാണ് അടുത്ത ഗോത്രമായ ലേവി ഗോത്രവും ജീവിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല.
എത്ര പേരിൽ നിന്ന് ദശാംശം വാങ്ങുകയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പോഷിപ്പിക്കുക. ഇത് ഒരു രീതിയിൽ തെറ്റായ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ലൂക്കോസ് 6:37 പറയുന്നു, കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മഴയിൽ തരുമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദൈവവചനങ്ങളാണല്ലോ നമ്മൾ ആധാരമായി കാര്യങ്ങളെ ചെയ്യുന്നതും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. ദശാംശം 10 കൽപ്പനകളിലൊന്നും അല്ല. 10 കൽപ്പനയിൽ ദശാംശത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ പറയുന്നത് ശബത്ത് നീ ആചരിക്കണം. അപ്പം ഇന്ന് ദശാംശം കൊണ്ടുപോകണമെന്ന് പറയുന്നവർക്ക് ഉള്ളതായ മറുപടി, അവർ ശബത്തും കൂടെ ആചരിക്കണം. പിന്നെ യാഗം ചെയ്യണം. പണ്ടുണ്ടായിരുന്ന പോലെ പശുവിനെയോ കാളയോ ആടിനെയോ ഒക്കെ പിടിച്ചേർത്ത് അതിൻ്റെ രക്തം തളിച്ച് പക്ഷെ ആ വിഷയം വരുമ്പോൾ അത് പഴയ നിയമമൊന്നും ഇത് പഴയ നിയമമൊന്നും പറയുക, രണ്ടും ഈ കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കണ്ടുവരുന്നു. പൗരോഹിത്യം പിന്നെ ലേവിക്ക് നിന്ന് പോയി വിഗ്രഹാരാധന നടത്തിയ മറ്റ് 11 ഗോത്രക്കാർക്കും അധികമായിട്ട് ദൈവം ലേവി ഗോത്രത്തെ സ്നേഹിച്ചു. പുറപ്പാട് പുസ്തകം 13-4 വാക്യത്തിലാണ് ഈ കാളക്കുട്ടിയുടെ കാര്യം പറയുന്നത്. ദൈവം ആലയം പണിയാൻ പറയുമ്പോൾ നല്ല മനസാക്ഷിയോട് കൊണ്ടുവരുന്നവരോട് മാത്രം വാങ്ങുക. പുറപ്പാട് 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ 33-4 അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇന്ന് അവരവരുടെ സൗകര്യം പോലെ പറയുന്ന ഇതിനെ വ്യാഖ്യാനിക്കുകയും പണം സമ്പാദ്യത്തിന് വേണ്ടി കാര്യങ്ങളെ മറിക്കുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു സഭയാണോ കൂടിവരവാണോ എന്താണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫ്രാഗ്രൻസ് ആകാൻ കഴിയും, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദശാംശത്തെയും ഡീബാർ ചെയ്യാൻ കഴിയുമെന്ന്. ഇങ്ങനെ പറയുന്നവരും ഉണ്ട്. എല്ലാവരും അങ്ങനെ പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പണം ആവശ്യമാണ്, അത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ഒരു വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ ചെയ്തേ ഒക്കെയുള്ള അവൻ്റെ ഹൃദയത്തിൽ ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മളെവിടെയാണോ കൂടി വരുന്നത് അവിടുത്തെ സന്താരണത്തിന് അവിടുത്തെ വിശ്വാസികൾ തന്നെ, അതായത് ആടിൽ നിന്ന് തന്നെയാണ് പാലെടുക്കേണ്ടത്, ആട് തന്നെയാണ് പ്രസവിക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം. അത് സങ്കടത്തോടെ അല്ല, അത് ദശാംശം അതിലൊന്നും പറഞ്ഞല്ല വാങ്ങേണ്ടത്. ഇനി പഴയ നിയമത്തെ അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ 11 പേരിനപ്പുറം വാങ്ങാൻ പാടില്ല. ഒരു ആലയം മാത്രമേ ഉണ്ടാകുവാനും പാടുള്ളൂ. സങ്കീർണ വിഷയമാണ് തന്നെയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വേദഭാഗങ്ങളെ വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളും പഠിച്ച് നിശ്ചയം പ്രാപിച്ച്
ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.